നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ സൈനികരെ വധിക്കുകയോ ജീവനോടെ പിടികൂടുകയോ ചെയ്യുന്നവർക്ക് $30,000, അതായത് ഏകദേശം 25 ലക്ഷത്തിലധികം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ഇറാനിയൻ സൈനിക അധികൃതർ. ഈ ദൗത്യം നിർവഹിക്കുന്നത് ഒരു ഇറാനിയൻ വനിതയാണെങ്കിൽ പാരിതോഷിക തുക ഇരട്ടിയായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അമീർ ഖതാമി ഞായറാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനും അമേരിക്കയും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ആവശ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് ഇറാനിയൻ സൈനിക മേധാവി അമീർ ഖതാമി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNയോട് പറഞ്ഞത്. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനെ വധിക്കുകയോ പിടികൂടുകയോ ചെയ്ത് കൈമാറുന്ന ഏതൊരാൾക്കും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സൈന്യത്തിന്റെ വകയായി $30,000 തുല്യമായതോ അല്ലെങ്കിൽ 5 ബില്യൺ തൊമാനോ പാരിതോഷികമായി ലഭിക്കുമെന്ന് ഖതാമി പറയുന്നു. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ധീരരായ ഇറാനിയൻ സ്ത്രീകൾക്ക് ഇരട്ടി പ്രതിഫലം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി എപ്പോൾ എവിടെ നടത്തണമെന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയില്ല. US സൈനികർ മേഖലയിൽ നിന്ന് പുറത്തു പോകണമെന്ന ഇറാന്റെ ആവശ്യവും ഖതാമി ആവർത്തിച്ചു. പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഗൾഫ്, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ അവർക്ക് ഇനി അനുവാദമുണ്ടായിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാൻ മണ്ണിൽ നിലവിൽ അമേരിക്കൻ കാലാൾപ്പടകളുടെ സാന്നിധ്യമില്ല. ഏപ്രിലിൽ തകർന്ന F-15 വിമാനത്തിന്റെ ആയുധ സംവിധാന ഉദ്യോഗസ്ഥനെ വീണ്ടെടുക്കുന്നതിനായി 200ഓളം US ഉദ്യോഗസ്ഥരും 170ലധികം വിമാനങ്ങളും ഉൾപ്പെട്ട ഒരു പ്രധാന രക്ഷാപ്രവർത്തനം നടത്തിയതൊഴിച്ചാൽ നിലവിൽ ഇറാനിൽ US കരസേനയുടെ വിന്യാസമൊന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പക്ഷേ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ സൈനിക നയം പ്രതിരോധ നിലപാടിൽ നിന്ന് ആക്രമണാത്മകമായ ഒന്നിലേക്ക് മാറുകയാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർ സൂചന നൽകി. രാജ്യത്തിന്റെ തന്ത്രപരമായ നയത്തിൽ ഇതൊരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ആധുനിക യുദ്ധമുറകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇറാന്റെ സമീപനം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമായ സന്ദേശമാണ് ശത്രുക്കൾക്ക് നൽകുന്നതെന്നും ബ്രിഗേഡിയർ ജനറൽ യദുല്ല ജവാനി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയോട് പറഞ്ഞു. പരമാവധി പ്രതിരോധ ശേഷി ഉറപ്പാക്കാൻ നിർദ്ദേശം ലഭിച്ച IRGCയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അഹമ്മദ് വാഹിദിക്ക് നൽകിയിട്ടുള്ള ചുമതലകളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നയമനുസരിച്ച് ഭീഷണികൾ ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ അവയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധപരമായ സൈനിക നീക്കങ്ങൾക്ക് പോലും ഇനി ആക്രമണാത്മക സ്വഭാവം ഉണ്ടാകുമെന്ന് ജവാനി പറഞ്ഞു. ഞങ്ങളെ അപ്രതീക്ഷിതമായി ആക്രമിക്കാൻ കഴിയില്ലെന്ന് ശത്രു തിരിച്ചറിയണമെന്നാണ് ജവാനി പറയുന്നത്. പകരം തന്ത്രപരമായ അപ്രതീക്ഷിത തിരിച്ചടികൾ പ്രതീക്ഷിക്കേണ്ടത് ശത്രുവാണ്. ഈ നാടിനെ സംരക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ശത്രുക്കളുടെ ഭീഷണികളെ ഇല്ലാതാക്കാനും ആവശ്യമായതൊക്കെയും അനുയോജ്യമായ സമയത്ത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേസമയം US ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ 2 വിദേശ നയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാറിനെ ട്രംപ് പ്രശംസിച്ചു. കൂടുതൽ ഏകീകൃതമായ ഒരു പശ്ചിമേഷ്യയിലേക്കുള്ള വലിയതും ധീരവും പ്രധാനപ്പെട്ടതുമായ ആദ്യ ചുവടുവെപ്പാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ ഉൾപ്പെടെ മേഖലയിൽ സംഘർഷം തുടരുമ്പോഴാണ് ഈ പ്രതികരണം ഉണ്ടായത്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിൽ സന്തോഷമുണ്ടെന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു വരുന്നത് അവർക്ക് സ്വയം സംരക്ഷിക്കാൻ കൂടുതൽ കരുത്തേകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മറ്റൊരു നിർണായക നീക്കത്തിൽ ദക്ഷിണ കൊറിയയുമായി നടത്താനിരുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ ട്രംപ് പെന്റഗണിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇറാന്റെ ആണവ നിരായുധീകരണ ശ്രമങ്ങളിൽ സഹായിക്കാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഈ ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന സൈനിക പരിശീലനങ്ങൾ ഉത്തര കൊറിയയ്ക്ക് പൂർണ്ണമായും അനുചിതവും ശത്രുതാപരവുമായ സന്ദേശമാണ് നൽകുന്നതെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. തന്റെ ഭരണകാലത്ത് ഉത്തര കൊറിയ ഭീഷണി ഉയർത്താത്ത രീതിയിലാണ് പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. അഭ്യാസങ്ങൾ പൂർണ്ണമായി റദ്ദാക്കാൻ വൈകിയതിനാൽ പരിശീലന പരിപാടികൾ ഗണ്യമായി വെട്ടിച്ചുരുക്കാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US ഇറാൻ സൈനിക സംഘർഷം നിലവിൽ അതീവ സങ്കീർണമായ ഘട്ടത്തിലാണ്. 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന വ്യോമ ആക്രമണത്തോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ കടുത്ത സൈനിക സാമ്പത്തിക നീക്കങ്ങളാണ് നടത്തുന്നത്.
ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദീർഘകാലമായി മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് പകരം അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള USS ജോർജ് വാഷിംഗ്ടൺ എന്ന പുതിയ വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെ അമേരിക്ക മേഖലയിലേക്ക് അയച്ചു കഴിഞ്ഞു. മാസങ്ങളായി കരതൊടാതെ കടലിൽ തുടരുന്ന USS എബ്രഹാം ലിങ്കൺ കപ്പലിലെ അമേരിക്കൻ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും കപ്പലിലെ സൗകര്യക്കുറവിലും വലയുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യം പരിഹരിക്കാനാണ് പെന്റഗൺ തങ്ങളുടെ പുതിയ വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ മിഡിൽ ഈസ്റ്റിലേക്ക് അടിയന്തരമായി അയച്ചത്. ഇറാനെതിരെയുള്ള സാമ്പത്തിക സൈനിക സമ്മർദ്ദം അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്ന് US പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് നിലവിൽ പ്രധാന തർക്കം. ഇറാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ശേഷം ഹോർമുസ് കടലിടുക്ക് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. എന്നാൽ ഒരു ട്വീറ്റ് വഴിയോ സൈനിക ശക്തി ഉപയോഗിച്ചോ ഹോർമുസ് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ഇറാൻ ഈ അവകാശവാദം തള്ളിക്കളയുകയാണ്. നിലവിൽ ഈ വഴിയിലൂടെയുള്ള ആഗോള എണ്ണക്കപ്പൽ ഗതാഗതം മുൻപത്തെ അപേക്ഷിച്ച് വെറും 17% കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ നാവികോപരോധം മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. അടുത്തിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഉടമസ്ഥതയിലുള്ള 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഒമാൻ ഉൾക്കടലിലൂടെ ഇറാനിയൻ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ച മറ്റൊരു ചരക്ക് കപ്പലിന് നേരെ US നേവി ഹെലികോപ്റ്റർ മിസൈൽ ആക്രമണം നടത്തുകയും ഉണ്ടായി. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്നാണ് സംഘർഷം ആരംഭിക്കുന്നത്. തുടർന്ന് ഏപ്രിലിൽ വെടിനിർത്തലിലൂടെ പോരാട്ടം നിലയ്ക്കുകയും ജൂണിൽ സമാധാന ചർച്ചകൾക്കായുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. എങ്കിലും പിന്നീട് അത് പരാജയപ്പെടുകയും ചെയ്തു. അന്നു മുതൽ പ്രത്യേകിച്ച് തെക്കൻ ഇറാനിലുള്ള ഹോർമുസ് കടലിടുക്കിന് ചുറ്റും ഇറാനും US-ഉം ഇടയ്ക്കിടെ പരസ്പരം വെടിയുതിർത്തിയിട്ടുണ്ട്. വലിയ നയതന്ത്ര വഴിത്തിരിവുകൾ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും മധ്യസ്ഥരിലൂടെയുള്ള പരോക്ഷ ആശയവിനിമയങ്ങൾ തുടരുന്നുമുണ്ട്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം 17 US സൈനികർ കൊല്ലപ്പെട്ടു. ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ ഇറാന് പുറത്താണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിലത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജൂലൈ മാസത്തിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ തോതിലുള്ള യുദ്ധം താൽക്കാലികമായി നിർത്താൻ ജൂൺ മാസത്തിൽ ഒപ്പുവെച്ച ഉഭയകക്ഷി ധാരണാപത്രത്തിന്റെ MOU-വിന്റെ 60 ദിവസത്തെ കാലാവധി ഇന്ന് 2026 ഓഗസ്റ്റ് 17-ന് അവസാനിക്കുകയാണ്. സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലായതിനാൽ ഈ കരാർ നീട്ടാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരുപക്ഷവും തയ്യാറാകാത്തതിനാൽ വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു മിസൈൽ ഡ്രോൺ യുദ്ധത്തിന് സാധ്യതയേറുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.